മലയാളിയിലേക്ക് സ്വാഗതം. ജീവിതം കെട്ടിപ്പടുക്കാൻ പാടുപെടുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കണം ഷംസുദ്ദീനെ. പ്രവാസികളോട് സമ്പാദ്യശീലത്തെക്കുറിച്ച് പറഞ്ഞും ജീവിതത്തിന്റെ സായംകാലത്ത് അത് അനിവാര്യമാവുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുള്ളതുമായിരുന്നു എന്നും KV ഷംസുദ്ദീന്റെ ജീവിതം. UAE എന്ന രാജ്യം പിറവിയെടുക്കുന്നതിന് മുമ്പ് ഈ മണ്ണിൽ ആരംഭിച്ച പ്രവാസ ജീവിതം അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നില്ല. കോവിഡിന് ശേഷം ലോകം അടിമുടി മാറുമെന്നും തൊഴിൽ മേഖലയിൽ സമൂലമായ മാറ്റം ഉണ്ടാവുമെന്നും പ്രവചിക്കുന്ന KV ഷംസുദ്ദീൻ ആ ലോകത്തേക്കുള്ള പ്രയാണത്തിന് നാം സ്വയം സജ്ജരാകണമെന്നും ഉപദേശിക്കുന്നു. മുംബൈയിൽ നിന്ന് കപ്പൽ മാർഗം ദുബായ് വഴി ഷാർജയിലെത്തിയ ഈ തൃശൂർക്കാരൻ ഈ 50 വർഷവും ജീവിച്ചതും ഷാർജയിൽ തന്നെ. റേഡിയോയിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും സെമിനാറുകളിലൂടെയും ഒഴിവുവേളകളിൽ സമ്പാദ്യശീലത്തെക്കുറിച്ച് പ്രവാസികളോട് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഷംസുദ്ദീൻ ഈ കോവിഡ് നാളുകളിൽ വെബിനാറുകളിലൂടെയാണ് സന്ദേശം വ്യാപിപ്പിക്കുന്നത്. ചെലവ് കഴിച്ച് ബാക്കി വരുന്നതല്ല സമ്പാദ്യമെന്നും ആദ്യം തന്നെ ഒരു നിശ്ചിത സംഖ്യ, അത് ചെറുതോ വലുതോ ആവട്ടെ, സമ്പാദ്യമായി മാറ്റണമെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1970 ജൂലൈ 20 ട്രൂഷ്യൽ സ്റ്റേറ്റ്സിലേക്കുള്ള അതായത് 1970 ജൂലൈ 20 ട്രൂഷ്യൽ സ്റ്റേറ്റ്സിലേക്കുള്ള വിസയുമായി എത്തിയ ഷംസുദ്ദീൻ ഉപജീവനത്തിനായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സമ്പാദ്യശീലത്തെക്കുറിച്ചും മലയാളികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. വൈകാതെ ഇതിനായി രൂപം നൽകിയ പ്രവാസി ബന്ധു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവാസികൾ എങ്ങനെ അവരുടെ സമ്പാദ്യം വിനിയോഗിക്കണമെന്നും സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം നിരന്തരം സംസാരിച്ചു. 10ാം വയസ്സിൽ ഉമ്മ സമ്മാനമായി നൽകിയ 10 രൂപ നോട്ടുമായി പോസ്റ്റ് ഓഫീസിൽ പോയി 100 നാഷണൽ സേവിംഗ് സ്കീമിന്റെ സ്റ്റാമ്പുകൾ വാങ്ങി സമ്പാദ്യശീലം ആരംഭിച്ച ബാല്യത്തെക്കുറിച്ച് പറയാനും അദ്ദേഹം മറക്കുന്നില്ല. വ്യാഴാഴ്ച ഒരു സൂം മീറ്റിംഗിലൂടെ സ്വന്തം ജീവിതത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കപ്പലിറങ്ങി അടുത്ത മാസം തന്നെ ജനറൽ ട്രേഡേഴ്സ് എന്ന കമ്പനിയിൽ ജോലി ആരംഭിച്ചു. അവിടെ 4 വർഷത്തെ സേവനത്തിന് ശേഷം 1974 ഷാർജ ഡിഫൻസ് സർവീസിലെത്തി. പ്രവാസത്തിന്റെ ആദ്യ നാളുകളിൽ പരിചയപ്പെട്ട 2 മലയാളികളുടെ ദയനീയമായ ജീവിതമായിരുന്നു സമ്പാദ്യശീലത്തെക്കുറിച്ച് പ്രവാസ ലോകത്താകെ വ്യാപിപ്പിക്കണമെന്ന ചിന്തയിലേക്ക് ഷംസുദ്ദീനെ നയിപ്പിച്ചത്. പ്രവാസികളെ കൊണ്ട് NRI അക്കൗണ്ടുകൾ തുടങ്ങിക്കാനായിരുന്നു ഷംസുദ്ദീന്റെ ആദ്യ ശ്രമം. 1976 ഷംസുദ്ദീനെ UTI ആദ്യത്തെ വിദേശ ഏജൻസിയായി നിയോഗിച്ചു. പിന്നീട് JM ഫിനാൻഷ്യൽ സർവീസിന്റെ UAE സബ് ബ്രോക്കറായി. ഇതിനിടയിൽ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ബ്രോക്കറേജ് കമ്പനിക്ക് ഷംസുദ്ദീൻ രൂപം നൽകി. 1995 ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൽ ചേർന്ന ഷംസുദ്ദീൻ NRI പ്രൊമോട്ടറായി 2002 വരെ അതിന്റെ ബോർഡ് അംഗമായി തുടർന്നു. 2001 ഷെയ്ഖ് സുൽത്താൻ ബിൻ സൗദ് അൽ ഖസ്മിയുടെ സഹായ സഹകരണത്തോടെ സ്വന്തമായി ബുർജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് LLC ആരംഭിച്ചതോടെ ഷംസുദ്ദീന്റെ പ്രവർത്തന മേഖലയും വിപുലമായി. ആ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് ഇപ്പോഴും പ്രവാസികളോട് പറയുന്നതെന്നും ഷംസുദ്ദീൻ പറയുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ സമ്പാദ്യശീലത്തെക്കുറിച്ച് ബോധ്യമുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമാണ് അരനൂറ്റാണ്ടിന്റെ പ്രവാസ ജീവിതത്തിലെ വലിയ സമ്പാദ്യമെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.